ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടിലെ കുറച്ച് ആൾക്കാരെയാണ്. ഇത് കണ്ടോ, 3 പേരുണ്ട്. ലില്ലി, ബ്ലാക്കി, ഇക്രു. ഇക്രു നമ്മുടെ വീട്ടിലെ തന്നെ റാബിറ്റാണ് കേട്ടോ. കുറച്ച് നാളായിട്ട് അവനുണ്ട്. അവൻ ഞാൻ ജസ്റ്റ് കുളിപ്പിച്ച് ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതാണ് കംപ്ലീറ്റ് വെറ്റായിട്ടിരിക്കുന്നത്. നമ്മുടെ ലില്ലിയും ബ്ലാക്കിയും നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലത്തെയാണ്. അവർ ജസ്റ്റ് നാട്ടിലേക്ക് ഒരു 3-4 ഡേയ്സ് പോയപ്പം നമ്മുടെ വീട്ടിലാക്കിയിട്ട് പോയതാണ് കുറച്ച് നാളത്തേക്ക്. പിന്നെ ബ്ലാക്കിയുടെ പേര് ശരിക്കും ബ്ലാക്കി എന്നൊന്നല്ല കേട്ടോ. അവർ പേരിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒരു ബ്ലാക്കി എന്ന് പേരിട്ടതാണ്. ലില്ലി കുറേ നാളായിട്ട് അവരുടെ കൂടെ ഉണ്ട്. ഇതിനെ കാണുമ്പോൾ ഒരു പ്രത്യേകതയില്ലേ, നമ്മുടെ നാട്ടിലത്തെ റാബിറ്റ്സ് പോലെയല്ല. കുറച്ച് കണ്ടോ, മീശയും താടിയൊക്കെ ഉണ്ട്. നല്ല ഹെയറിയാണ്. പിന്നെ കുറച്ച് ബൾക്കിയാണ്. അങ്ങനെ മീൻസ് കുറച്ച് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്കിയും അങ്ങനെ തന്നെ. അതിൻ്റെ കണ്ണ് അങ്ങനെയൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. ഈ റാബിറ്റ്സ് എന്തോ വേറെ ഏതൊരു ബ്രീഡാണ്, എന്തോ ഓസ്ട്രേലിയൻ ബ്രീഡോ അങ്ങനെ എന്തോ ആണ്. പക്ഷെ നമ്മുടെ ഇക്രു നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന സെയിം ബ്രീഡ് തന്നെയാണ്. അപ്പം ഇവരെല്ലാവരും ഒരുമിച്ച് പുറത്തിറക്കാൻ പറ്റില്ല, നല്ലോണം കടി കൂടും. അപ്പോൾ ഇത് നമ്മുടെ കേട്ടോ ഇക്രു. ഇവൻ കുറച്ച് നാളായിട്ട് നമ്മളോട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളോട് നല്ല ഇണക്കമാണ്. നമ്മുടെ അടുത്തേക്ക് വരാനും ഒക്കെ നല്ല കുറച്ച് കുറുമ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഹാളിലേക്കൊന്നും വിടാൻ പറ്റില്ല. അവിടെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഇവൻ കടിച്ച് തിന്നും. അതുകൊണ്ട് ഹാളിലേക്ക് വിടാൻ തീരെ പറ്റാണ്ടായി. ഞാനപ്പോൾ ഈ കുറച്ച് ഇട്ടാവട്ടത്തെ തന്നെ ഞാൻ അഴിച്ചു വിടുകയുള്ളൂ. ഹാളിലേക്ക് വിടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയമൊക്കെ, അതും ഓരോരുത്തരെ വേണം ഇറക്കണമെങ്കിൽ, ഒരുമിച്ച് ഇറക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, നല്ലോണം കടി കൂടും. അപ്പോൾ ഒരാൾ ഇറക്കും, കുറച്ച് സമയമൊക്കെ കളിക്കാൻ ഇങ്ങനെ ഓടി നടക്കാൻ വിടും. അത് കഴിഞ്ഞ് അവനെ കയറ്റിയിട്ട് അടുത്ത ആൾ ഇറക്കും. അങ്ങനെ കണ്ടോ, ഇവരൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ. ലില്ലി നല്ല രസമാണ് അതിനെ പിടിക്കാൻ, ഭയങ്കര സോഫ്റ്റ് ആൻഡ് ക്യൂട്ടാണ്. അപ്പം കണ്ടോ, ഇങ്ങനെ ഇരുന്ന് തരുന്നേ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര പാവമാണ്. പക്ഷെ അത്ര പാവമൊന്നുമല്ല. കാരണം കറക്റ്റ് സമയത്ത് ഫുഡ് കിട്ടിയില്ലെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കൊടുത്താൽ പോലും അവന് അത്ര അങ്ങോട്ട് ഇതില്ല. കണ്ടോ, ഇവന് ബ്ലാക്കി എന്ന് പറഞ്ഞാൽ ഫുഡ് കൊടുത്താൽ ചുമ്മാ ഫുഡ് കഴിച്ച് മിണ്ടാതെ അങ്ങ് ഇരുന്നോളും. പക്ഷേ ആ കറക്റ്റ് സമയത്തിന് ഫുഡ് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര അഗ്രസീവാണ്. ഇത് കണ്ടോ, പീക്കു വന്നിട്ട് അവനെ കളിയാക്കുക. അവൻ കാണിക്കുന്നത് കണ്ടിട്ട് അവൻ ആ ഒരു പാത്രത്തിൽ അവന് ഫുഡ് കിട്ടിയിട്ടില്ല. അതാണ് അവൻ ഇത്രയും അഗ്രസീവായിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലില്ലിയും. അതായത് ഫുഡ് നന്നായി വിശന്നതിന് ശേഷം ഫുഡ് കൊടുത്താൽ അവൻ അത് തന്നെ തട്ടിക്കളയും. അതാണ്. ഇപ്പം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോയിലുണ്ടായിരുന്നു. ഒരു വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അവൻ തന്നെ കളയുകയാണ്, വെള്ളമൊക്കെ തട്ടിക്കളയുക. പിന്നെ ഇവരുടെ ഈ ഇരിപ്പോശ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല, അതായത് വേറൊരു റാബിറ്റ് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ അല്ല കേട്ടോ, നല്ല കടിയാണ്. അങ്ങനെയാണ് ഇവരുടെ വിശേഷം.